എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ സാലഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഹൈ പ്രോട്ടീൻ സാലഡാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മൾ പനീർ ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ രാജ്മയും യോഗട്ടൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഹൈ പ്രോട്ടീൻ വെജിറ്റബിൾ സാലഡ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പനീറാണ്. ഇതിപ്പോൾ ഫ്രോസൺ പനീറാണ്. ഇത് നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാനുണ്ട്. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് പനീർ ക്യൂബ്സാണ് ഒരു ബൗളിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പൊടിയുപ്പ് ചേർക്കുന്നുണ്ട്. പനീർ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. പിന്നെ നമ്മൾ ഈ ഒരു സാലഡിലേക്ക് ചേർക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് രാജ്മ പയറാണ്. രാജ്മ പയറിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നന്നായി സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് സാലഡിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് 10 മിനിറ്റ് നേരം ഒന്ന് ഉപ്പുവെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കാം. ഒരു ബൗൾ വെള്ളത്തിലേക്ക് നമുക്ക് കല്ലുപ്പാണ് ചേർക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. സാലഡിലേക്ക് വേണ്ടിയിട്ട് ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കളർ ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടി എടുക്കുന്നത് ഐസ്ബർഗ് ലെറ്റ്യൂസാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഐസ്ബർഗ് ലെറ്റ്യൂസ് ഇരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു 3-4 ലീഫ് നമുക്ക് വെള്ളത്തിലേക്ക് ചേർക്കാം. ഈ ലെറ്റ്യൂസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യാബേജിൻ്റെ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ക്യാബേജിൻ്റെ ലീഫ് എടുക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഐസ്ബർഗ് ലെറ്റ്യൂസിൻ്റെ ലീഫും കട്ട് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഉപ്പുവെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത് സ്വീറ്റ് കോൺ ആണ്. എൻ്റെ കയ്യിലുള്ളത് ഫ്രോസൺ സ്വീറ്റ് കോൺ ആണ്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ഉപ്പുവെള്ളത്തിലൊന്ന് കിടക്കട്ടെ. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഉപ്പുവെള്ളത്തിലിട്ടിരുന്ന പനീറാണ് നമ്മളൊരു ബൗളിലേക്ക് ചേർക്കുന്നത്. നമുക്കൊന്ന് മസാല ഒന്ന് പുരട്ടി മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാനുണ്ട്. പനീറിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്താണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിഞ്ഞു പോവാതെ കൈവച്ച് നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം. അങ്ങനത്തെ പനീറിലും മസാലയൊക്കെ നന്നായി തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിന് ശേഷമാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനത് രാജ്മ പയർ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 3 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് രാജ്മ പയറൊക്കെ കുക്കായോ എന്നുള്ളത് നോക്കാം. ഇതാ ആവശ്യത്തിന് വെള്ളമൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അങ്ങനത് കുക്കായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വെള്ളം ഊറ്റിക്കളയാം. പനീർ റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം ഒലിവ് ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ബട്ടർ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ എല്ലാം നിരത്തി വയ്ക്കാം. അതിനത് പനീരെല്ലാം നമ്മൾ ബട്ടറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു സൈഡ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് മറുവശത്തേക്ക് തിരിച്ചിടാം. നല്ല സോഫ്റ്റാണ് ഈ പനീർ. അതുകൊണ്ട് തന്നെ തിരിച്ചിടുന്ന സമയത്തും പൊടിഞ്ഞു പോകാതെ വേണം മറിച്ചിടാൻ. അങ്ങനെ നമ്മുടെ പനീറൊക്കെ നന്നായി ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇതേ പാനിലേക്ക് ഞാൻ കുറച്ച് ബീൻസ് ചേർക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഫ്രോസൺ ബീൻസാണ്. ബീൻസിൻ്റെ കൂടെ തന്നെ അല്പം സ്വീറ്റ് കോൺ ഒന്ന് ബട്ടറിലൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഗ്രീൻ പീസോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ബീൻസിലേക്കും അതുപോലെ തന്നെ സ്വീറ്റ് കോണിലേക്കും ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർക്കാം. ജസ്റ്റ് ഒന്ന് സോർട്ടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ബീൻസും അതുപോലെ തന്നെ സ്വീറ്റ് കോണും
അതുപോലെ പനീരും ഒന്ന് തണുക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മിക്സിംഗ് ബൗളിലേക്ക് നമുക്ക് ആദ്യം ചേർക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാൻ ഈ വലിയൊരു ഹോളിലൂടെയാണ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത്. അതിൻ്റെ നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള രാജ്മയാണ്. ഇപ്പോൾ രാജ്മയ്ക്ക് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ വെള്ളക്കടല ഉണ്ടെങ്കിൽ അത് വേവിച്ചതും ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗ്രീൻ ക്യാപ്സിക്കാണ്. എല്ലാം ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. കുക്കുംബർ കട്ട് ചെയ്താണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ലെറ്റ്യൂസ് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചെറിയ ടൊമാറ്റോ ആണ്. ഇപ്പം എൻ്റെ കയ്യിൽ യെല്ലോ കളറും അതുപോലെ തന്നെ റെഡ് കളറും ഉണ്ട്. ഇത് നമുക്ക് പകുതി കട്ട് ചെയ്താണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോഴേക്കും ബീൻസും അതുപോലെ തന്നെ സ്വീറ്റ് കോണൊക്കെ തണുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. പനീർ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ചേർക്കുന്നത്. അതിനുശേഷം എല്ലാ വെജിറ്റബിൾസുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സാലഡ് ഡ്രസ്സിംഗ് ആണ് തയ്യാറാക്കേണ്ടത്. സാലഡ് ഡ്രസ്സിംഗ് തയ്യാറാക്കാൻ വേണ്ടി ഗ്രീക്ക് യോഗട്ട് ഉണ്ടെങ്കിൽ ഗ്രീക്ക് യോഗട്ട് എടുക്കാം. ഞാനിപ്പോൾ യോഗട്ടിൽ നിന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് മസ്റ്റാർഡ് സോസാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഒലിവ് ഓയിലാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഹണിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സാലഡ് ഡ്രസ്സിംഗ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ സാലഡിനെയും വ്യത്യസ്തമാക്കുന്നത് അതിൽ ചേർക്കുന്ന സാലഡ് ഡ്രസ്സിംഗ് ആണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡ് ഡ്രസ്സിംഗ് ആണ്. പ്രത്യേകിച്ച് യോഗട്ടൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഹൈ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സാലഡാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സാലഡ് ഡ്രസ്സിങ്ങിൽ പുളിയും മധുരവും എരിവും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഡ്രസ്സിംഗ് ഒക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കത് വെജിറ്റബിൾസിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള സാലഡ് ഡ്രസ്സിംഗ് ആണ് വെജിറ്റബിൾസിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം വെജിറ്റബിൾസും സാലഡ് ഡ്രസ്സിങ്ങായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പനീറും ചേർത്തിട്ടുണ്ട്. പനീറും ചേർത്ത ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഹൈ പ്രോട്ടീൻ വെജിറ്റബിൾ സാലഡാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കളർഫുൾ ആയിട്ടുള്ള നല്ലൊരു സാലഡാണ്. പ്രത്യേകിച്ച് ഇതിൽ ചേർത്തിരിക്കുന്ന ഡ്രസ്സിങ് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഷുഗർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഹണിയുടെ ആ ഒരു പാർട്ട് മാത്രം ഒന്ന് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു വെജിറ്റബിൾ സാലഡ് വെയിറ്റ് ലോസിനും PCOD ഉള്ളവർക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഡിന്നർ സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ഹൈ പ്രോട്ടീൻ സാലഡ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.